ശംഖുചക്ര ഗദാഹസ്തകാരിയായി പ്രത്യക്ഷപ്പെട്ട് നിന്നാലേ നിങ്ങൾ വിശ്വസിക്കുകയുള്ളൂ. അതാണ് ഈശ്വരൻ. ഞാൻ അടിയുറച്ച് വിശ്വസിച്ച് എന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ, എനിക്കൊരു പ്രയാസങ്ങളും നേരിടുന്നില്ലെങ്കിൽ, എന്റെ ജീവിതം ഉയരുകയാണെങ്കിൽ, എന്നെ മറ്റുള്ളവർ സ്നേഹിക്കുന്നു, എന്നെ മറ്റുള്ളവർക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എന്റെ മക്കൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ, എന്റെ വിശ്വാസം ആഴങ്ങളിലേക്ക് കൊണ്ടുപോയപ്പോൾ ഈശ്വരന്റെ അനുഗ്രഹമല്ലേ എനിക്ക് ലഭിക്കുന്നത്? നിങ്ങളുടെ വിശ്വാസം ആഴങ്ങളിലേക്ക് കൊണ്ടുപോകണം. അവകാശങ്ങളും പരാതിപ്പെട്ടികളും നിവർക്കേണ്ട സ്ഥലമല്ല ക്ഷേത്രം. ക്ഷിതീതി ത്രായതി ക്ഷേത്രാണാം. എവിടെയാണോ ക്ഷയം സംഭവിച്ചിരിക്കുന്നത് ആ ദേശത്തെ ത്രായണം ചെയ്യുക, ഉയർത്തുക. ആ ക്ഷേത്രത്തിൽ ഒരു നെഗറ്റീവുകളുമില്ല. ഈ ഹൈന്ദവാചാരങ്ങളും അനുഷ്ഠാനങ്ങളും സനാതന ധർമ്മങ്ങളുമെല്ലാം ശരിയാണോ എന്നറിയാനായിട്ട് അമേരിക്കയിലെ നാസ പോലും നോക്കി. ഭഗവാൻ കൃഷ്ണൻ ഭരിച്ചിരുന്ന ആ രാജ്യമൊക്കെ ഉണ്ടോ, ആ കൊട്ടാരമൊക്കെ ഉണ്ടോ എന്ന് നോക്കിയപ്പോ അതൊക്കെ കടലിനടിയിലുണ്ട്. രാമേശ്വരത്ത് ചെന്നാൽ സീത പ്രതിഷ്ഠിച്ച ശിവലിംഗം കാണാം. 1000 യോജന ചാടിക്കടന്ന നദികൾ കാണാം. അവിടെയുള്ള മൺപാലങ്ങൾ കാണും. ഇതൊക്കെ നിങ്ങളുടെ ലൈവായിട്ട് നിങ്ങളുടെ ദൃഷ്ടിയിലുണ്ട്. ഹൈന്ദവാചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒരു കാരണവശാലും നെഗറ്റീവുകളല്ല.